രാജ്യത്ത് സുസ്ഥിര ഭരണം വരുമെന്ന പ്രതീക്ഷയിൽ വിപണികൾ. സെൻസെക്സ് 74,800 മുകളിൽ വ്യാപാരം തുടരുന്നു. റെക്കോർഡ് കുറിച്ച് മിഡ് ക്യാപ് ഓഹരികൾ. KSB ഓഹരി വില BSEയിൽ 4,350 രൂപ എന്ന നിരക്കിൽ. റീറ്റെയിൽ നിക്ഷേപകർക്ക് അനുയോജ്യമായ രീതിയിൽ ഓഹരി വിഭജനം പ്രഖ്യാപിച്ചത് തുണയായി. സുപ്രീംകോടതി വിധിയെ തുടർന്ന് റിലയൻസ് ഇൻഫ്ര ഓഹരി വില 20% ഇടിഞ്ഞു. സുപ്രീംകോടതി റദ്ദാക്കിയത് 8,000 കോടിയുടെ അനുകൂല വിധി. കറൻസി വിപണിയിൽ തിളങ്ങി രൂപ. റെക്കോർഡ് തകർത്തു പൊന്ന്. ഈ മാസം തുടർച്ചയായ 8ാം തവണയും റെക്കോർഡ് തിരുത്തി. പവന് 80 രൂപ കൂടി 52,880 രൂപയും ഗ്രാമിന് 10 രൂപ കൂടി 6,610 രൂപയും. ഈ മാസം പവന് കൂടിയത് 2,000 രൂപ. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന സൂചനയും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വിലക്കയറ്റത്തിന് കാരണം. GSTയും 10% പണിക്കൂലിയും ചേർത്ത് ഒരു ഭവൻ ആഭരണ രൂപത്തിൽ ലഭിക്കാൻ 60,000 രൂപ നൽകേണ്ടി വരും. വിസ നിയമങ്ങൾ കർശനമാക്കി ന്യൂസിലൻഡ്. കുടിയേറ്റ നിയന്ത്രണത്തിന് കർശന നടപടികൾ. ഇമിഗ്രേഷൻ പരിഷ്കരണം ഇന്ത്യക്കാരടക്കമുള്ള തൊഴിലന്വേഷകർക്ക് തിരിച്ചടിയാകും. വൈദഗ്ധ്യം കുറഞ്ഞ തൊഴിലുകൾക്കും ഇംഗ്ലീഷ് പ്രാവീണ്യം നിർബന്ധമാക്കും. തുടർച്ചയായ താമസ കാലയളവ് 5 വർഷത്തിൽ നിന്ന് 3 വർഷമായി കുറയ്ക്കും. മേക്ക് ഇൻ ഇന്ത്യയിൽ കൈകോർത്ത ആപ്പിൾ. 2024 ആപ്പിൾ രാജ്യത്ത് അസംബിൾ ചെയ്തത് 1,400 കോടി ഡോളർ മൂല്യമുള്ള ഐഫോണുകൾ. മൊത്തം ഉൽപാദനത്തിന്റെ 14% ഇന്ത്യയിൽ നിന്നെന്ന് കണക്കുകൾ. ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ പ്രതിമാസ ഭക്ഷണ ബജറ്റിന്റെ പകുതിയും പുറമേ നിന്നുള്ള ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യക്കാർ വീട്ടിൽ പാചകം ചെയ്യുന്നതിൽ ഗണ്യമായ കുറവുണ്ടായെന്നും സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്ക്. പുറത്തുനിന്നുള്ള ഭക്ഷണം, പാക്ക് ചെയ്ത ഫുഡ് ഡെലിവറി സേവനങ്ങൾ എന്നിവയ്ക്കായി ചെലവഴിക്കുന്ന തുകയിൽ വൻ വർധനയെന്ന് റിപ്പോർട്ട്. ഇന്ന് വിപണികൾ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം വിപണികൾ റെക്കോർഡ് കുറിച്ചിരുന്നു. BSEയിലെ ആസ്തി മൂല്യം 400 ലക്ഷം കോടി കടന്നിരുന്നു. അതിനുശേഷം ഇന്നലെ ഒരു ചുവപ്പ് രാശിയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിലും ഇന്നിപ്പോൾ വ്യാപാരം തുടങ്ങിയിരിക്കുന്നത് മികച്ച നിലയിലാണ്. BSE ബോംബെ ഓഹരി സൂചികയിൽ 258 പോയിന്റ് ഉയർന്ന് 74,943 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. അതായത് 75,000 എന്ന മാജിക്കൽ സംഖ്യയുടെ തൊട്ടു താഴെയാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക്, ധനകാര്യ ഓഹരികളൊക്കെ ഇന്ന് നേട്ടത്തിലുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. അതേപോലെ തന്നെ 92 പോയിന്റ് ഉയർന്ന് 22,734 എന്ന നിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. കറൻസി വിപണിയിൽ രൂപയ്ക്ക് ഇന്നൊരു തിളക്കം കിട്ടിയ ദിവസമാണ്. ഒപ്പം തന്നെ സ്വർണ്ണവില ഇന്ന് കൂടിയിട്ടുണ്ട്. പവന് 52,880 എന്ന നിലയിലാണ് ഇന്ന് സ്വർണത്തിന്റെ നിരക്ക്. ശ്രീ പോൾ തോമസ് ഉണ്ട് നമ്മോടൊപ്പം. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. US-ന്റെ വിലക്കയറ്റ നിരക്ക് വരാനിരിക്കുന്നു. രാജ്യത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സുസ്ഥിര ഭരണം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു പോസിറ്റീവ് നോട്ടിലാണല്ലോ വിപണി. അതെ, ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. ഇന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇന്ന് കാണുന്നത്. കാരണം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് കാര്യമായിട്ടുള്ള സെല്ലിംഗ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടായില്ല. വളരെ സ്ട്രോങ് ആയിട്ട്, അതായത് നിഫ്റ്റിയെ സംബന്ധിച്ച് 22,740 ലെവൽ വരെ താന്നുള്ളൂ. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് നിന്ന് അവിടെ നിന്ന് പതുക്കെ 673 വരെയാണ്, 22,673 വരെയാണ് നിഫ്റ്റി താന്നത്. അവിടെ നിന്ന് തിരിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് കയറുന്നതായിട്ടാണ് മാർക്കറ്റ് കാണിക്കുന്നത്. പ്രധാനമായിട്ട് പബ്ലിക് സെക്ടർ കമ്പനീസ്, അതായത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം, BPCL, GMDC, NMDC തുടങ്ങിയ കമ്പനികളെല്ലാം 3 മുതൽ 7% വരെ ഉയർന്നാണ് ട്രേഡ് നടക്കുന്നത്. വളരെ റിലയൻസ് തുടങ്ങിയ ITC തുടങ്ങിയ ഫ്രണ്ട് ലൈൻ കമ്പനികളിൽ നിന്നും സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ പോലെ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ തന്നെയാണ്. ഓരോ ദിവസവും മാർക്കറ്റ് പുതിയ ഹൈകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു ട്രെൻഡിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ശരി, വിപണി ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ്. നിക്ഷേപകർ നേട്ടം കൊയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.